എല്ലാരും ഉണ്ടല്ലോ. അവളെ എനിക്കുള്ള മുട്ട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അങ്കിളിന് കറി വെച്ച് തരണേ. താനിന്ന് മണിയപ്പന്റെ കടയിൽ നിന്ന് കാശ് മേടിച്ചോ? ഏത് മണിയപ്പൻ? ചായക്കടക്കാരൻ മണിയപ്പൻ. ആ, ഒരു ചായക്കടക്കാരനോട് കാശ് വാങ്ങിയത് നേരം. എന്തിനാ വാങ്ങിച്ചത്? കാശ് ചെലവാക്കാൻ. അതെ, എനിക്ക് പലവിധ ചെലവുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ കാശ് വേണ്ടേ? എടാ, എത്രയാണ് വാങ്ങിച്ചത്? 500 രൂപ. ഈശ്വര, 500 രൂപയോ? ഒരു ദിവസം ഓട്ടം പോയി അത്രയും കാശ് കിട്ടുവടാ? നോക്കി നിൽക്കാതെ ഒന്ന് പൊട്ടിക്കടാ. പിന്നെ പൊട്ടിക്കും. മാധവനൊരു പട്ടി തോന്നടാ. എടാ, എന്തിനാടാ അയാൾ കാശ് വാങ്ങിച്ചത്? അയ്യോ, പറഞ്ഞത് കേട്ടില്ലേ, ചെലവാക്കാനാണെന്ന്. അത് ചെലവാക്കിയിട്ട് ഈ കോലത്തിൽ വന്ന് നിൽക്കുന്നത്. എന്താ എടാ, നിന്ന് ആടുന്ന് കണ്ടില്ലടാ, കുറഞ്ഞങ്ങോട്ട് ഇട്ട് കൊടുക്കടാ. പിന്നെ ഇട്ട് കൊടുക്കാൻ ഞാൻ നിക്കറാ. എന്റെ ലോകത്തിൽ തൊഴിലായിരുന്നു. ഇയാളുടെ വർത്താനം കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇയാള് ചെന്ന് ചോദിച്ചപ്പോ അയാൾ എന്തിനാ കാശ് കൊടുത്തത്? അത് ക്വസ്റ്റ്യൻ. അത് നേരെയാണല്ലോ. ഇയാള് മണിയപ്പൻ ആദ്യമായിട്ട് ഇയാളെ കാണുന്ന തന്നെ. കറക്റ്റ്. അത് കറക്റ്റ്. എന്നോടുള്ള വിശ്വാസം കൊണ്ടാ ചോദിച്ചോണ്ടാണ് എനിക്ക് കാശെടുത്ത് തന്നത്. തന്റെ വിശ്വാസം. മുരളിയുടെ അമ്മായിപ്പനാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് സാധനം വാങ്ങാനെന്ന് പറഞ്ഞിട്ട് ഇയാൾ കാശ് മേടിച്ചത്. അമ്മയെ പാമ്പ് കടിച്ചു, ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അയ്യോ, എന്തൊരു ചതിയായത്. എടാ, വിളിച്ചു നിൽക്കാതെ കൈനീട്ടി ഒന്ന് കൊടുക്കടാ. കൊടുക്കടാ കൊടുക്കടാ കൊടുക്കടാ. അടിക്കടാ. എടാ, നിന്ന് കഥാപ്രസംഗം പറഞ്ഞ കൈനീട്ടി ഒന്ന് കൊടുക്കടാ. ഒന്ന് പോവല്ല. എന്നെ തൊടാനേ ഈ ഭൂമി മലയാളത്തിൽ ഒരുത്തരും ജനിച്ചിട്ടില്ല. നേരായല്ലോ. മോനെ, ഇയാള്. അയ്യോ, അങ്കിള് പോയി. അയ്യോ, അവസാന ശ്വാസം പോയ പോലെ ഒരു പിടിച്ചില്. മുരളേട്ടാ, തല ഒരു വശത്തേക്ക് ചരിഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കടി, പിന്നെ പേടിപ്പിക്കാൻ നിൽക്കുക. ഇയാൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണോ കുറ്റം? എന്തെങ്കിലും അനക്കൊണ്ടെന്ന് നോക്ക്. അങ്കിളെ, അങ്കിളെ എണീക്ക്. അങ്കിളെ, അങ്കിളെ, മുരളേട്ടാ നീ നോക്ക്. അങ്കിളെ എണീക്ക്. അങ്കിളെ. അതെ. ഹലോ അങ്കിളെ, കണ്ണു തുറക്ക്. അങ്കിളെ, അങ്കിളെ. അതെ, കണ്ണു തുറന്നേ. കണ്ണു തുറക്കണം. എന്താടാ അമ്മ എന്ത് പണിയായി കാണിച്ച്? അത് പിന്നെ ഇവനോട് അടിക്കാൻ പറഞ്ഞിട്ട്. ഞാൻ അടിച്ചില്ലെങ്കിൽ ഉടനെ കയറി അമ്മ അടിക്കും. അത് പിന്നെ തർക്കിച്ച സമയം കളയാതെ എന്തെന്ന് വെച്ചാ ചെയ്യ്. ആള് ചത്തു. അയ്യോ, നിന്ന് കമന്ററി പറയാതെ പോയി വെള്ളം എടുത്തുണ്ടോ? മോനെ, ആള് പോയോ? എന്താ പിന്നെ സംശയമുണ്ടോ? കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്? അമ്മ അതിന് മുടിഞ്ഞ അടിയല്ലേ അമ്മ അടിച്ചത്. ദൈവമേ, അയ്യോ അയ്യോ, എന്റെ ദൈവമേ, അയ്യോ അയ്യോ അയ്യോ, ഞാൻ അറിഞ്ഞടിച്ചതല്ലടാ. അയ്യോ, എന്റെ ദൈവമേ. അങ്കിളെ, അങ്കിളെ, അങ്കിളെ. ഒന്നും വരുത്തല്ലേ ഈശ്വര, ജീവനോടെ തന്നോടെ. മുരളേട്ട ഒരെനക്കും ഇല്ലല്ലോ.
മോനെ മോനെ നീ നോക്കി നിൽക്കാതെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോണോ? ഈ ശവം കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നാലേ പിന്നെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോ ചത്തു ഉറപ്പല്ലേ? പിന്നെ അല്ലാതെ അമ്മയുടെ മുന്നിലല്ലേ ഈ കിടക്കുന്നു, കണ്ടിട്ട് മനസ്സിലായില്ല. അയ്യോ എന്റെ ദൈവമേ, തൃക്കോണത്തപ്പ സാധിച്ചോ? നീ ഇങ്ങോട്ട് വന്നേ. മോളെ എന്നാലും അമ്മ എന്ത് പണിയായി കാണിച്ച്? ഞാൻ അറിഞ്ഞോണ്ട് ചെയ്താണോ മോളെ? അയ്യോ ഈ കാലമട എന്നെ കൊലക്ക് കൊടുക്കാൻ വന്നാണോ? മോനെ എടാ എന്താ നീ ചെയ്യണ്ടേ? കാര്യങ്ങൾ എങ്ങനെയാ? ഇയാളെ ഇവിടുന്ന് മാറ്റണം. എങ്ങോട്ട്? ഓട്ടോ കയറ്റി ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് പോയി കൊണ്ട് തള്ളാം. അപ്പോ തീർന്നു അല്ലേ? എന്റെ ഭഗവാനെ, അമ്മ ഒച്ച വെച്ച് ആളെ കൂട്ടില്ലേ? ഒന്ന് സമാധാനപ്പെട്. ആദ്യം ഇയാൾ എവിടുന്ന് കൊണ്ടുപോകണം? എടാ നീ ഒറ്റയ്ക്ക് പോണ്ട, നന്ദുമോനും കൂടി വിളിക്ക്. അയ്യോ വേണ്ട, നമ്മളല്ലാതെ വേറെ ആരും ഇക്കാര്യം അറിയണ്ട. അപ്പൊ നീ ഒറ്റയ്ക്കാണോ കൊണ്ടുപോകാൻ പോകുന്നത്? ഞാനും കൂടി പോകുന്നുണ്ടമ്മ. നീ ഇങ്ങ് വന്നേ ഗൗരി. എന്റെ ഈശ്വര, വല്ലാത്തൊരു ചതിയായി പോയല്ലേ ഇത്. അയ്യോ അയ്യോ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരും ഇല്ലാതെ ആവില്ല ഈശ്വര. അയ്യോ അവര് പോണ വഴിക്ക് പോലീസ് എങ്ങനെ പിടിക്കോടി? ആർക്കറിയാം. എന്നാലും എനിക്ക് ഈ ഗതി വന്നല്ലോ ഈശ്വര. അമ്മ ഇങ്ങോട്ട് വാ. വാതിലടച്ചോണ്ട് ഇങ്ങോട്ട് വാടി. എന്തിനാ വാതിലടക്കുന്നേ? ഇങ്ങോട്ട് പോകാനോ? പ്രഭകുഞ്ഞിനെ ഒന്ന് കാണണം. എന്തിനാ? നാളെ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ? ഇപ്പൊ എന്തിനാ കാണാൻ വന്നെന്ന് ചോദിച്ചോ അമ്മ എന്ത് പറയും? ഉള്ള കാര്യം പറയാനാ. പ്രഭകുഞ്ഞിനോട് എനിക്ക് ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. എന്റെ കാര്യമായതുകൊണ്ട് കുഞ്ഞ് എന്തെങ്കിലും ചെയ്ത് പോലീസ് അറിയില്ലെങ്കിലും കുറച്ച് കിട്ടുമല്ലോ. അമ്മ ഇപ്പൊ ആരോടും പറയണ്ടെന്നല്ലേ മുരളേട്ടൻ പറഞ്ഞത്? എന്തായാലും മുരളേട്ടൻ വരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. വാ അമ്മ, വാ വാ അമ്മ ഇങ്ങോട്ട്. വാ. ഞാൻ അറിഞ്ഞോണ്ട് തല്ലടി. എനിക്കാകെ പേടിയാവണടി.